എവിടെ പോയി? എല്ലാം വരയില്ലല്ലോ. ആമിന, എവിടെയാ? പെട്ടെന്ന് വരണേടി. ഈ ഡ്രസ്സൊന്നും മടക്കാണ്ടാണോ പോയേ? ഞാനും മോനെ ലേറ്റ് ആയി. വന്നിട്ട് പറയാം, ഒരു വിഷയമുണ്ട്. ബാ, പെട്ടെന്ന് വരണേ. ഇല്ലടി, എനിക്ക് പറ്റുന്നില്ല. ഞാൻ വന്നിട്ട് പറയാം. നീ ടെൻഷനിലാണ്, നീ പെട്ടെന്ന് വേഗം വാ. ഓക്കെ. എന്നെക്കൊണ്ട് ഹലോ, എന്നെ വിളിക്കല്ലേ പറഞ്ഞത്? പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കൂ. അങ്ങനൊന്നുമല്ല, എന്നെ നീ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ വിളിച്ചു, മെലഞ്ഞാന്ന് വിളിച്ചു, ഇന്ന് രാവിലെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. ഒരു വട്ടം പോലും നീ എന്നെ തിരിച്ചു വിളിച്ചില്ല. നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുവാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വേണ്ട, ഒന്നുമേ പറയണ്ട. പക്ഷെ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഏയ്, ഇങ്ങോട്ട് വരെയൊന്നും വേണ്ട. വരരുത്, ഇവിടെ ഓണർ ഇപ്പൊ വരും. വരണ്ടെന്നല്ലേ പറഞ്ഞേ? ആയിക്കോട്ടെ, എത്ര തിരക്കാണെങ്കിലും എന്നെ ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും എന്നെ വിളിക്കുമായിരുന്നു. അതങ്ങനെയാണ്, ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പോയതാണ്. എന്റെ പിന്നാലെ വന്ന് എന്റെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് ഒരു കറിവേപ്പിലെ പോലെ അവസാനം എന്നെ നീ വലിച്ചെറിഞ്ഞു. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. വേണ്ടെന്നേ, വേണ്ട. നീ നിന്റെ ഇഷ്ടത്തിന് പൊക്കോളൂ. ശ്രീ എന്നോട് പറഞ്ഞു നീ വേറെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ കമ്പനി ഉണ്ടെന്ന്. ഇല്ല, അതുകൊണ്ട് തന്നെ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. പ്ലീസ് ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഈ കടയിൽ നിന്ന് ഇതുകൊണ്ടാണ് എൻ്റെ കുടുംബം പോറ്റുന്നത്. ഇങ്ങോട്ട് വരല്ലേ പ്ലീസ്. വരാൻ പാടില്ല, വരരുത്. വന്നാൽ ഇവിടെ പ്രശ്നം നടക്കും. വരരുത്, ഓണർ പോലീസിൽ അറിയിക്കും. പ്ലീസ് വരല്ലേ ഇങ്ങോട്ട്. ഇവിടെ ഷോപ്പിൽ കയറി വരരുത്. ഞാൻ എത്ര തവണ പറയും ഇങ്ങോട്ട് വരരുത് പ്ലീസ്. ഞാൻ പറഞ്ഞുവല്ലോ, ഇനി ഞാൻ ഒന്നിനെയില്ല. എന്റെ ഫോണിൽ എന്നെ വിളിക്കരുത്. ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. എന്റെ ഫോണിൽ ഇനി വിളിക്കാനേ പാടില്ല. എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലായി. ഞാൻ മനഃപൂർവ്വം എന്നെ ചതിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായി, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ എന്നെ പറ്റിക്കുവിടുന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? വേണ്ട, ഒന്നും പറയണ്ട. ഇനി ഞാൻ നിന്നെ വിശ്വസിക്കൂല. ഒരിക്കലും നിന്നെ വിശ്വസിക്കൂല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് താല്പര്യമില്ല. ഇങ്ങോട്ട് വരരുത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വെള്ളമൊന്നും വെക്കല്ലേ പ്ലീസ്. എന്നെ ഇവിടെ കടയോടെ ഇറക്കി വിടും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കൂല. ഇതൊന്ന് പറഞ്ഞില്ല, എന്നെ വിളിക്കണ്ടായിരുന്നു. ഇല്ല, ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പം. സഹിക്കാൻ വയ്യ, ബ്ലോക്ക് ചെയ്തോളൂ. ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കും. ഒത്തിരി വിശ്വസിക്കുന്നു, അവരെയും വിശ്വസിക്കുന്നു. ഇല്ല, ഒരു ചെറിയ വിഷയമുണ്ട്. ഞാനൊന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഞാൻ പിന്മാറിയത്. പക്ഷെ വീണ്ടും വീണ്ടും എന്നെ കുറേ നാൾ നമ്മൾ ശല്യപ്പെടുത്തുമായിരിക്കുന്നു. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഓണർ തന്നെ ഇവിടെ പറഞ്ഞു വിടും. എനിക്ക് ആകെ ടെൻഷനാണ്. ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയത് എന്നെ കുറേ നടന്ന് എന്നെ സ്നേഹം പിടിച്ചു വെച്ചിട്ട് അവസാനം എന്നെ ഇപ്പൊ അവനൊന്ന് അവോയ്ഡ് ചെയ്യുന്നു. ഇനിയിപ്പോ ചീറ്റ് ചെയ്യാനേ ഇവിടെ വരുന്നു. പറഞ്ഞു മനസ്സിലാക്കി
അറിയും, എല്ലാരും അറിയും. ബാക്കി ഞാൻ അയക്കാട്ടോ. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലടാ. പെട്ടെന്ന് വാ. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു. അവനിവിടെ വണ്ടി കൊണ്ട് വന്നിട്ട് വയലുണ്ടാവൂടാ. പ്ലീസ് ഒന്ന് വാ, ഞാൻ മനസ്സിലാക്കി. പെട്ടെന്ന് വാ. എനിക്ക് വിളക്കുന്നടി, എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ടെൻഷനടി. ഓർഡർ വന്നാൽ ഇന്നത്തോടെ എന്നെ പണി പോകും. ശരി മോളെ, ഒന്ന് പെട്ടെന്ന് വായോ. എന്നെ പഠിച്ചോനെ, ഓണർ വരാതിരുന്നാ മതിയായിരുന്നു. എനിക്ക് നീല പറ്റത്തില്ലടി, തൂങ്ങിട്ടാവൂടി. ഒരു കോപ്പുമില്ല. എനിക്ക് നിന്നെ മനസ്സിലായി. എന്താ മനസ്സിലായി? നിന്റെ ഫോൺ എപ്പോഴും ബിസി. എന്റെ ഫോൺ എപ്പോഴും ബിസി. പിന്നെ എന്റെ ഓണർ എന്നെ വഴക്കറിയത്തില്ല. എന്റെ കമ്പനിയിലെ ഓണർ നീ എന്നെ ചതിക്കുകയോ ചെയ്തത്? എന്തോ ചതിച്ചടി, ഇതിനെ പാടി. എന്നോട് ശ്രീ പറഞ്ഞു നീ വേറെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ. ഏത് പെൺപിള്ളേർ? കമ്പനി പഠിക്കുന്ന പെൺപിള്ളേരായിട്ടാടി. എന്തോ ആണെങ്കിൽ പറഞ്ഞു. അത് അവര് വർക്ക് ചെയ്യുന്നു, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ആഴ്ച എനിക്ക് പ്രമോഷൻ കിട്ടില്ല. ദയവ് ചെയ്ത് വെളിയിൽ പോ, ദയവ് ചെയ്ത് വെളിയിൽ പോ. എനിക്ക് നിന്നെ വേണം. പറ്റത്തില്ല, ഞാൻ വരത്തില്ല, പറ്റത്തില്ല. പ്ലീസ് നീ പോ. പോകാനാ പറഞ്ഞു ഓണർ. ഇപ്പൊ വരും. ദയവ് ചെയ്ത് എന്റെ ജീവിത പ്രശ്നമായി. ദയവ് ചെയ്ത് എന്റെ ജോലി കളയരുത്. ദയവ് ചെയ്ത് എന്റെ ജോലി കളയരുത്. ഇത്രയും നാള് സ്നേഹിച്ച് കൊണ്ടുവരുന്നിട്ട് ഇപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. മനസ്സിലായി. നിങ്ങൾ പോ, നിങ്ങൾ പോ. എനിക്കിനി ഒരു ബന്ധം വേണ്ട. എനിക്കിങ്ങനെ ഒരു ബന്ധത്തിനോട് എനിക്ക് ഇനി താല്പര്യമില്ല. എനിക്ക് മതി. എനിക്ക് അബദ്ധം പറ്റി. ഞാൻ മിണ്ടാൻ കാണുന്ന എന്നെ ഇഷ്ടം. എന്നെ തൊടരുത്. എനിക്കിനി ഇങ്ങനെ ഒരു ബന്ധം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വേണ്ടപ്പോ ദയവ് ചെയ്ത് എന്റെ പാട്ടിനെ വിടും. എന്റെ പാട്ടിനെ വിടും. ഞാനെന്ന് പറയുന്ന വർഗത്തിനെ വിശ്വസിക്കാനേ ഞാൻ വേണ്ട. എനിക്ക് ഇതുവരെ കിട്ടിയതല്ല, എനിക്ക് മതിയായി. നിങ്ങളൊക്കെ ഒന്നും പറയുന്നില്ല. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഉറക്കമില്ല, ഊണില്ല. ഞാൻ കൊണ്ടുപോയാലേ അടങ്ങത്തുള്ളൂ. ഞാൻ കൊണ്ടുപോടി. ഓണർ ഇപ്പൊ വരും. ഓണറിന്റെ തേങ്ങ. ഓണർ ഇപ്പൊ വരും. പോ. പോരല്ലേ പറഞ്ഞത്? എന്റെ വീട്ടുകാർ എനിക്ക് വേറെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുക. ഇഷ്ടത്തിന് പോയി വീട്ടുകാർ വേറെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് പറഞ്ഞു പോകാനാ പറഞ്ഞത്. ദയവായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇതൊരു ഷോപ്പാണോ? ഷോപ്പിൽ കിടന്നിട്ട് ബഹളം വീട്. എന്നെ തുടരുത്, വീട്. കണ്ട പെണ്ണുങ്ങളല്ലേ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്? അല്ല, എപ്പ വിളിച്ചാലും ബിസി. രാത്രി ബിസി, രാവിലെ ബിസി, ഉച്ചക്ക് ബിസി, എപ്പോഴും ബിസിയാ. ബിസി 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 ബിസി. എനിക്ക് മനസ്സിലായി. എന്നെ അവോയ്ഡ് ചെയ്യുകയെന്ന് മനസ്സിലായി. ഇത്ര ഞാൻ വിളിക്കാം. ഒരു മിനിറ്റ് തപ്പ വിളിക്കാം. അത് നീ അറിയേണ്ട കാര്യമില്ല. നീ പോ. എന്റെ ഫോൺ എടുക്കും. എന്റെ ഫോൺ വിടാൻ. ഫോൺ വിടാൻ ഇറങ്ങിപ്പോയി. ഷോപ്പിൽ നിന്ന്
ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. ഞാൻ ഓണറിനെ വിളിക്കട്ടെ. ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. ഞാൻ ഷോപ്പിൽ നിന്ന് പോകത്തില്ല. ഇറങ്ങിപ്പോ. ആ സ്ത്രീയെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. സ്ത്രീയാണ് പറഞ്ഞത്. ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്ക് മനസ്സിലായി. പറഞ്ഞു എനിക്കെല്ലാം എന്റെ മനസ്സിലായി. കാമുകിയെ സ്ത്രീ പറഞ്ഞു. ഇല്ല, ഇറങ്ങിപ്പോ. ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലടാ. ഇങ്ങനെ ഒരു ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിന്നെ എന്താ കാണിച്ചടി? നീ എപ്പോ വിളിച്ചാലും ബിസി. എന്നോട് സ്ത്രീ നീ നിന്റെ ഓഫീസിലുള്ള ആരുമായിട്ടോ ബന്ധമുണ്ടെന്നുള്ളത് എനിക്ക് അറിവ് കിട്ടി. നിന്റെ ഓഫീസിലുള്ള ഒരു സ്ത്രീയുമായിട്ട് എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും കേൾക്കണം. നീ പോ. നീ വയലന്റ് ആവരുത്. ദയവ് ചെയ്തിട്ട് എന്റെ ഷോപ്പിൽ നിന്ന് എന്റെ ജോലി പോവും. ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. നിനക്കറിയാമല്ലോ. നീ പൊക്കോ പൊക്കോ. ഞാൻ പിന്നീട് എന്നെ തുടരുന്നു. ഇയാൾ എന്നെ തുടരുന്നു. ആരാ പറഞ്ഞത് എന്നെ തുടരുന്നു? എന്നെ ഫോണുണ്ട്. എന്നെ ഫോണുണ്ട്. എന്നെ ഫോണുണ്ടോ? നിന്നെ തൊടരുത്. നിന്നെ തൊടുന്ന എന്റെ ഫോണുണ്ടോ? ഫോൺ തരാനാ പറഞ്ഞത്. ഫോൺ താണോ? ഫോൺ താ. ഇയാൾക്ക് വിളിക്കാനൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഇയാൾക്ക് വിളിക്കാനൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ ആളുണ്ടല്ലോ. എനിക്കൊരു ഇക്കായും വേണ്ട, ഒരു ചേട്ടനും വേണ്ട, ഒരു അണ്ണനും വേണ്ട, ആരും വേണ്ട. ആണെന്ന് പറയുന്ന പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കില്ല. അത്രമാത്രം എന്നോട് ചതിവ് ചെയ്തു. എന്റെ ഫോൺ താ. ഞാൻ വിളിച്ചത് ആരാ എഴുതി? എന്റെ കാര്യം പറയാം. ആറ് ഭാഗത്തോടെ ആർക്കടി ഫുഡ് കൊണ്ടുപോയേ? ആർക്കടി ഫുഡ് കൊണ്ടുപോയേ? വീട്ടിൽ നിന്ന് ആർക്കടി ഫുഡ് കൊണ്ടുപോയേ? എടി അനാവശ്യം പറയാം. ആർക്കടി അനാവശ്യം പറയാം. പോ. പോകാനേ പറഞ്ഞത്. കടയിൽ പറഞ്ഞപ്പോ ഓണർ വരും. കടയിൽ വരാങ്ങി ഫോണ് പേടിച്ച് വരുന്നു. ഒന്ന് പോ. കടയിൽ നിന്ന് ഒന്ന് കടയിൽ നിന്ന് പോ. ഒന്ന് പോ പ്ലീസ്. ഒന്ന് കടയിൽ നിന്ന് പോക്കോളൂ. കടയിൽ നിന്ന് പോ. ഇപ്പൊ ഓണർ വരും. ഒന്ന് ഓണർ വരും. ഓണർ വരും. പ്ലീസ് പറയാ. പ്ലീസ് ഒന്ന് പോ. പോവാനാ പറഞ്ഞത്. എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. വിട് വിട് എന്നെ വിട്. വീട്ടിൽ പടക്കനോടി വഞ്ചകി ദ്രോഹി ദ്രോഹി കൂടെ കൊടങ്ങാറ് ചാവടി വഞ്ചകി മിസറിയെ ആളവരുണ്ടാക്കിയ പേര് മിസറിയ ചാവടി വഞ്ചകി മതി ധാരാളി കവറണ്ടി അവളെ കവറുണ്ടാവും താഴേക്ക് മൂടി അതിനകത്ത് കേട്ടി മോറ്റാളെ മിസറിയാളും വന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ലാസ്റ്റ് കാണാനും വിളിപ്പിച്ച് കണ്ടിട്ട് കഴിഞ്ഞ ഓണത്തിന് അത് കിട്ടിയാൻ ശരി. ഈ ചത്തല്ല വീട് തലയടിച്ചൊരു കാര്യമില്ല. ഓടി എന്റെ ഇത് കഴിഞ്ഞ ഫോട്ടോ അവിടെ കാര്യമല്ല.